ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ലോക പൈതൃക സമിതിയുടെ 46ാമത് സമ്മേളനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റ് വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും. കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ. പാർലമെന്റിൽ ഏതു വിഷയവും തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സംഘം എത്തും. രോഗവ്യാപനം തടയുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ UAEയെ 78 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ലോക പൈതൃക സമിതിയുടെ 46ാമത് സമ്മേളനം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ മാസം 31 വരെ നീളുന്ന ലോക പൈതൃക സമിതി സമ്മേളനത്തിന് ഇന്ത്യ ആദ്യമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ലോക പൈതൃകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട സ്ഥലങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നത് ഈ യോഗത്തിലാണ്. നിലവിലുള്ള 124 ലോക പൈതൃക സ്വത്തുക്കളുടെ സംരക്ഷണ റിപ്പോർട്ടുകൾ, അന്താരാഷ്ട്ര സഹായം, പൈതൃക ഫണ്ടുകളുടെ വിനിയോഗം എന്നിവയും യോഗം ചർച്ച ചെയ്യും. 150-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2000-ഓളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാർലമെന്റ് വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും. മറ്റന്നാളാണ് കേന്ദ്ര ബജറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ ബജറ്റാണിത്. സമ്മേളന കാലയളവിൽ 6 പുതിയ ബില്ലുകൾ സർക്കാർ അവതരിപ്പിക്കും. അടുത്ത മാസം 12 വരെ സഭ സമ്മേളിക്കും. ഏതു വിഷയവും പാർലമെന്റിൽ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. പാർലമെന്റ് സുഗമമായി നടത്തേണ്ടത് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബജറ്റ് സമ്മേളനത്തിന്റെ തടസ്സരഹിതമായ പ്രവർത്തനത്തിന് എല്ലാവരും സഹകരിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അർജുൻ റാം മേഘ്വാൾ, JP നഡ്ഡ, ചിരാഗ് പസ്വാൻ, രാംദാസ് അതാവലെ, കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ്, ഗൌരവ് ഗൊഗോയ്, NCP നേതാവ് പ്രഫുൽ പട്ടേൽ, DMK നേതാക്കളായ TR ബാലു, തിരുച്ചി ശിവ, ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. നിപ വ്യാപനം തടയുന്നതിന് അടിയന്തര നടപടികളെടുക്കാൻ കേന്ദ്രം കേരള സർക്കാരിന് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ നിപ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും രോഗപ്രതിരോധത്തിന് സാങ്കേതിക സഹായം നൽകുന്നതിനുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നാഷണൽ വൺ ഹെൽത്ത് മിഷനിൽ നിന്നുള്ള സംയുക്ത സംഘത്തെ നിയോഗിക്കും. നിപ വൈറസ് ബാധ കേരളത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടെന്നും ഏറ്റവും ഒടുവിൽ 2023-ൽ കോഴിക്കോട് ജില്ലയിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നിപ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന മലപ്പുറം ജില്ലയിലെ 14 വയസ്സുകാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് മരണമടഞ്ഞത്. മലപ്പുറത്തെ നിപ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിപ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് കേരളം യഥാസമയം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിപ വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ലോകത്തിന് തന്നെ മാതൃകയാവുന്ന വിധത്തിൽ ഗവേഷണ പ്രവർത്തനങ്ങളുമായി സംസ്ഥാനം മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഗുജറാത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സൂറത്ത്, നവസാരി, പോർബന്ദർ തുടങ്ങി 9 ഇടങ്ങളിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 10 സംഘങ്ങളെ വിന്യസിച്ചു. സംസ്ഥാനത്ത് വെള്ളപ്പൊക്കം ബാധിച്ച സൌരാഷ്ട്ര മേഖലയിൽ ഇന്ന് മഴയുടെ തീവ്രത കുറഞ്ഞു. അടുത്ത 4 ദിവസത്തേക്ക് സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളായ കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ ദിവസങ്ങളിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയെ കണ്ടെത്താനായി കരസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ഊർജിതം. മോശം കാലാവസ്ഥയും കനത്ത മഴയും തടസ്സം സൃഷ്ടിക്കുന്നുവെങ്കിലും സങ്കീർണമായ രക്ഷാദൌത്യം ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ UAEയെ 78 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് നേടി. 202 റൺ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ UAEക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺ നേടാനേ കഴിഞ്ഞുള്ളൂ. സ്വിസ് ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യ ഫ്രഞ്ച് ജോഡിയായ യുക്കി ഭാംബ്രി അൽബാനോ ഒലിവെറ്റി സഖ്യത്തിന് കിരീടം. ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ജസ്റ്റാഡിൽ നടന്ന മത്സരത്തിൽ ഫ്രഞ്ച് ജോഡി ഫാബ്രിസ് മാർട്ടിൻ ഉഗോ ഹംബർട്ട് സഖ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇറ്റലിയുടെ മാറ്റിയോ ബെറേറ്റിനി വിജയിച്ചു. ഫ്രാൻസിന്റെ കെൻഡിൽ ഹാലിസിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ബെറേറ്റിനി പരാജയപ്പെടുത്തിയത്. അന്താരാഷ്ട്ര ഗണിത ഒളിമ്പ്യാഡിൽ ഇന്ത്യ 4ാം സ്ഥാനത്തെത്തിയതിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മത്സരത്തിൽ എക്കാലത്തെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘം 4 സ്വർണവും 1 വെള്ളിയും കരസ്ഥമാക്കിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ നേട്ടം നിരവധി യുവാക്കൾക്ക് പ്രചോദനമാകുമെന്നും ഗണിതത്തെ കൂടുതൽ ജനപ്രിയമാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശിലെ സർക്കാർ ജോലികളിലേക്ക് അനുവദിച്ച വിവാദ സംവരണം വെട്ടിക്കുറച്ച് സുപ്രീംകോടതി. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പോരാടിയവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ ഏർപ്പെടുത്തിയ 30% സംവരണം 5%ആയി വെട്ടിക്കുറയ്ക്കുന്നതായി ഇന്നത്തെ സുപ്രീംകോടതി വിധിയിൽ പറയുന്നു. 2018 ഷെയ്ഖ് ഹസീന സർക്കാർ റദ്ദാക്കിയ 30% സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം തിരികെ കൊണ്ടുവരാൻ ഹൈക്കോടതി കഴിഞ്ഞ മാസം 5-ന് പുറപ്പെടുവിച്ച വിധി വിവേചനപരമാണെന്ന് ആരോപിച്ച് സർവകലാശാല വിദ്യാർത്ഥികൾ ദിവസങ്ങളായി പ്രതിഷേധ പരിപാടികൾ നടത്തിവരികയായിരുന്നു. വിഷയത്തിൽ പോലീസും സർവകലാശാല വിദ്യാർത്ഥികളും തമ്മിൽ രാജ്യവ്യാപകമായി നടന്ന സംഘർഷത്തിൽ 100-ലേറെ ജീവനുകളാണ് നഷ്ടമായത്. 373 ഇന്ത്യൻ വിദ്യാർത്ഥികളും 3 നേപ്പാളി വിദ്യാർത്ഥികളും ബംഗ്ലാദേശ് അതിർത്തി കടന്നതായി BSF. ത്രിപുരയിലെ 2 ചെക്ക് പോസ്റ്റുകളിലൂടെ ഇന്നലെയാണ് വിദ്യാർത്ഥികൾ അതിർത്തി കടന്നത്. ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ പ്രക്ഷോഭവും ക്രമസമാധാന തകർച്ചയുമാണ് വിദ്യാർത്ഥികൾ മാതൃരാജ്യത്തേക്ക് മടങ്ങാൻ കാരണം. 300 വിദ്യാർത്ഥികളുടെ മറ്റൊരു സംഘം ഇന്ന് രാജ്യത്തേക്ക് മടങ്ങുമെന്നും BSF പറഞ്ഞു. ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ബംഗ്ലാദേശിൽ മെഡിക്കൽ പഠനം നടത്തുന്നത്. ഇസ്രയേലിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അക്രമങ്ങളെ പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ ദൃഢനിശ്ചയത്തെ പ്രശംസിച്ച് പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിലാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. യമനിലെ ഹൂതികൾക്കെതിരെ ഇന്നലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സന്ദേശം. വെള്ളിയാഴ്ച ടെൽ അവീവിൽ ഹൂതി ഗ്രൂപ്പ് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രയേലി പൌരൻ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലാവോസിലെ സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് 13 ഇന്ത്യക്കാരെ ഇന്ത്യൻ എംബസി രക്ഷപ്പെടുത്തി തിരികെ അയച്ചു. ഇതുവരെ 518 ഇന്ത്യക്കാരെ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായി എംബസി അറിയിച്ചു. ലാവോസിലേക്ക് വരുന്ന ഇന്ത്യക്കാർ സൈബർ തട്ടിപ്പുകൾ, നിയമവിരുദ്ധമായ തൊഴിൽ വാഗ്ദാനങ്ങൾ എന്നിവയിൽ വഞ്ചിതരാകരുതെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. മൻ കി ബാത് ക്വിസ് 3ാം സീസൺ താലൂക്ക് തല മത്സരങ്ങൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം സാധ്യമാക്കുന്ന പ്രവർത്തനമായി പ്രധാനമന്ത്രിയുടെ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് കേരളം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗപ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത്. തുടർ പഠനത്തിനും ഗവേഷണത്തിനും ICMR സഹകരണത്തോടെ ഒരു സമിതിയെ നിയോഗിക്കും. സർക്കാർ, സ്വകാര്യ ആശുപത്രികൾ ഈ മാർഗരേഖ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷന്റെ 1 ഗഡു വിതരണം ബുധനാഴ്ച തുടങ്ങുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിനായി 900 കോടി അനുവദിച്ചു. ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചിലിൽ 3 തീർത്ഥാടകർ മരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രുദ്രപ്രയാഗ് ജില്ലയിലെ ചിദ്വാസയ്ക്ക് സമീപം കേദാർനാഥ് യാത്രാപാതയിൽ ഇന്ന് രാവിലെയാണ് അപകടം നടന്നത്. മരിച്ചവരിൽ 2 പേർ മഹാരാഷ്ട്ര സ്വദേശികളും ഒരാൾ പ്രദേശവാസിയുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക പൈതൃക സമിതിയുടെ 46ാമത് സമ്മേളനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റ് വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും. കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ. പാർലമെന്റിൽ ഏതു വിഷയവും തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കേരളത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സംഘമെത്തും. രോഗവ്യാപനം തടയുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ UAEയെ 78 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.